നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത് വിജയിച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കറ്റാർവാഴയൊക്കെ ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് നല്ല രീതിയിൽ തഴച്ചു വളരാനും ഇഷ്ടം പോലെ തൈകളുണ്ടാകാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തെർമോക്കോൾ നിങ്ങൾ സാധാരണ വീടുകളിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കളയുകയല്ലേ പതിവ്. അപ്പോൾ ഇനി അത് കളയാൻ നിൽക്കണ്ട. നമുക്ക് അത്യാവശ്യം തെർമോക്കോളൊക്കെ ഇതേ ഒരു രൂപത്തിൽ, ഇതൊരു ക്ലോക്കിൻ്റെ തെർമോക്കോളായിരുന്നു, ക്ലോക്കിന് കവറിങ് ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു തെർമോക്കോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ റീയൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഒരു കാരണവശാലും വെയിറ്റും ഉണ്ടാവില്ല, ചെടിച്ചട്ടിക്കൊക്കെ നന്നായിട്ട് വേരോട്ടം കിട്ടുകയും ചെയ്യും. അപ്പോൾ കറ്റാർവാഴയ്ക്ക് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ആദ്യത്തെ ഒരു ലെയറായിട്ട് നമ്മൾ ഇതേപോലെ ചിരട്ട കമത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ തെർമോക്കോളിൻ്റെ പീസ് ഇട്ട് കൊടുക്കും. വീണ്ടും ചകിരിയുടെ ചെറിയ ചെറിയ പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കരികിലയോ പിന്നെ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാം. അപ്പം കരികിലയും കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ കുറച്ച് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഗ്രോ ബാഗിലൊക്കെ വെച്ചിരുന്ന തൈകളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയ തൈ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു തൈയിൻ്റെ വേരില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ വേരില്ലാതെ തന്നെ കറ്റാർവാഴ കുഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുന്നതായിരിക്കും. വേര് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ കറ്റാർവാഴ. പിന്നെ ഏകദേശം ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചാണകവെള്ളം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നമ്മളെന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.